വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. അമരക്കുനിയിൽ ആടിനെ കടുവ കൊന്നു. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കി വനംവകുപ്പ് അധികൃതർ. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനപാലകർ. പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചു. വയനാട് അമരക്കുനി മേഖലയിലെ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജുൻ PS ചേരുന്നു. അർജുൻ, കൂടുതൽ വിവരങ്ങൾ. ലോഹരി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ തെരച്ചിലാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. 3 സംഘങ്ങൾ തിരിഞ്ഞായിരുന്നു തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഇതുവരെയും കടുവയെ ലൊക്കേറ്റ് ചെയ്യാനോ കടുവയെ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല. അതിനിടയ്ക്ക് വനപാലകരുടെ ഡ്രോണിൽ കടുവയുടെ ചിത്രം പതിഞ്ഞെന്നുള്ള ഒരു വാർത്ത പരക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും കടുവയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നും ആ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് ഈ അമരക്കുനിയിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ് ഈ കടുവയുടെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. ഈ കൂട്ടിൽ കെട്ടിയ ആടിനെ കടിച്ചു വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു കടുവ എന്നുള്ളത്. ആ സമയത്ത് ഈ വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുകയും വീട്ടുകാർ ഇത് കാണുകയും ചെയ്തു. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ആ ഒരു പ്രദേശത്തും നടന്നിരുന്നു. ഇപ്പോൾ കടുവ ലേശം അവശനാണ്. കടുവയുടെ കാലിന് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മയക്കോടി വെക്കുന്നതിനേക്കാൾ കൂട് വെച്ച് പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് വനപാലകർ ഉള്ളത്. കാരണം കടുവയെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതും അതിനൊരു കാരണമുണ്ട്. ഈ കടുവ സ്വാഭാവികമായിട്ട് കടുവയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു മൃഗത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വളർത്തുമൃഗമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇരകളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനെ പകുതി ഭക്ഷിച്ചിട്ട് പോവുകയും തുടർന്ന് പിറ്റേ ദിവസം വന്ന് വീണ്ടും ഭക്ഷിക്കുന്ന ഒരു സ്വഭാവം കടുവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കടുവ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനപാലകരുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിൽ തൊട്ടപ്പുറത്ത് കാടുള്ളത് കൊണ്ട് തന്നെ ഈ കാട് പ്രദേശത്തേക്ക് ഈ കടുവ പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.